ഇതാണ് നമ്മുടെ ഫ്രാൻസിസ് ടർബൈൻ ടെസ്റ്റ് റിഗ്. എൻ്റെ ഈ കാണുന്ന കേസിങ്ങിനകത്താണ് ഫ്രാൻസിസ് ടർബൈൻ ഉള്ളത്. അതിൻ്റെ ഈ വെളിയിൽ കാണുന്നതാണ് ഡ്രാഫ്റ്റ് ട്യൂബ്. ടർബൈനിലേക്ക് വന്നു കയറുന്ന പൈപ്പിൻ്റെ പേര് നമ്മൾ ഒഫീഷ്യലി അതിന് പെൻ സ്റ്റോക്ക് എന്ന് പറയും. പെൻ സ്റ്റോക്ക് പൈപ്പ്, അതാണ് അതിൻ്റെ ഡെലിവറി വാൽവ്. ഡെലിവറി വാൽവ് കൺട്രോൾ ചെയ്താണ് നമ്മൾ പ്രഷർ ഗേജ് വാൽവ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ഹെഡ് സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആദ്യം നോക്കാം. ഡ്രാഫ്റ്റ് ട്യൂബിലൊരു പൈപ്പ് പോയിട്ടുണ്ട്. അതുപോലെ ഈ മുകളിലൊരു പൈപ്പാണ്. ഇതാണ് ഹൈറ്റ് ഡിഫറൻസ്, ലെവൽ ഡിഫറൻസ് എന്ന് പറയും അല്ലേ. നമ്മൾ പമ്പിനകത്ത് കണ്ട പോലെ തന്നെ ഈ കേസിൽ ലെവൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്ററാണ്. അപ്പം ഈ ഇവിടെ മുതൽ ഇവിടെ വരെ 25 സെൻറ്റിമീറ്റർ കാൽക്കുലേഷൻ അത് ആവശ്യം വരും. അത് വാക്യൂം ഗേജ് കണക്ട് ചെയ്തിരിക്കുന്ന ഇവിടെയാണ്, പ്രഷർ ഗേജ് കണക്ട് ചെയ്തിരിക്കുന്ന ഇവിടെ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയേ. പെൽട്ടൺ വീലിൻ്റെ കേസിൽ അവിടെ നമുക്ക് വെഞ്ചുറി മീറ്ററിനകത്ത് 2 ഗേജ് ആയിരുന്നു കണക്ട് ചെയ്തത് അല്ലേ, പ്രഷർ ഗേജ് കണക്ട് ചെയ്തിരുന്നത്. പക്ഷേ ഈ കേസിൽ അതാണ് നമ്മുടെ വെഞ്ചുറിക്കകത്ത് കണക്ട് ചെയ്ത് നമ്മുടെ സാധാരണ സിമ്പിൾ മാനോമീറ്റർ, നമ്മൾ FM ലാബ് ചെയ്ത പോലെ തന്നെ സിമ്പിൾ മാനോമീറ്ററാണ്. അതുപോലെ തന്നെ ഇതാണ് ബ്രേക്ക് ഡ്രം. ഇവിടെ നമ്മൾ വെയിറ്റ് അപ്ലൈ ചെയ്തിട്ടാണ് ടോർക്ക് മെഷർ ചെയ്യുന്നത്. ഇതതിൻ്റെ സ്പ്രിംഗ് ബാലൻസ്. അവിടെ നമ്മൾ ചെറിയ പണ്ടത്തെ ടൈപ്പ് ത്രാസ് പോലെ ചെറിയ കുറ്റി പോലത്തെ ആയിരുന്നെങ്കിൽ ഇവിടെ ശരിക്കും ഉള്ള ഡയലാണ്. എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ട എങ്ങനെയാണ്, ആ വാൽവ് ഫുള്ള് ക്ലോസ് ആയിരിക്കണം. ആ വാൽവ് ഫുൾ ക്ലോസ് ആണ്. പിന്നെ ഇതിനകത്ത് റെക്കമെൻഡേഷൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്. 1500 റേറ്റ് RPM പറയുന്നത്. 1500 റേറ്റ് RPM പറയുന്നത് ആ ടേബിൾ എഴുതിയിട്ടുണ്ട്, അവിടെ എഴുതിയിട്ടുണ്ട് 1500 എന്നുള്ളത്. അപ്പം ഇവിടെ ടർബൈൻ പമ്പ് ഓൺ ചെയ്ത് വാൽവ് ഡെലിവറി വാൽവ് ഓപ്പൺ ചെയ്ത് കൊടുത്ത് 1500 RPM ആക്കണം. 1500 RPM ഇവിടെ കാണും, ഇവിടെ കാണും. അതുപോലെ തന്നെ ഹെഡ് ഇവിടെ കിട്ടും, ഹെഡ് ഇവിടെ, വാക്യൂം ഗേജ് ഇവിടെ. അപ്പോൾ എങ്ങനെ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ അതാണ് സ്റ്റാർട്ടർ. പച്ച സ്വിച്ച് ഞെക്കി ഓണായി. ഇപ്പോൾ എന്തോ ഇവിടെ വാൽവ് ഓഫായിരിക്കും. ആ വാൽവ് പതുക്കെ തുറന്നു കൊടുക്കുക. അതിന് മുമ്പ് സേഫ്റ്റി ആയിട്ട് ഇവിടെ ഫ്രീ ആണെന്ന് നോക്കുക. ഫ്രീ ആണ്. അപ്പം പമ്പ് ഓണാണ്. വെള്ളം ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. വാൽവ് ഓപ്പൺ ചെയ്തതനുസരിച്ച് വെള്ളം ഇങ്ങനെ കറങ്ങി ഡ്രാഫ്റ്റ് ട്യൂബിൽ കൂടെ വെളിയിൽ പോകും. ഇവിടെ നിന്ന് കാണാം. ഇതിനകത്ത് ശരിക്കും ഇത് കാണാൻ ഒക്കില്ലെങ്കിലും ഇതിനകത്തൂടെ വെള്ളം പോകുന്നത് നമുക്ക് കാണാൻ നോക്കും. അപ്പം പമ്പ് എന്തായാലും വർക്ക് ചെയ്യും. കാരണം ഓൾറെഡി അത് പ്രൈംഡ് ആണ്. വെള്ളം കേസിനകത്ത് കയറി കിടക്കുക. പ്രൈമിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം ടർബൈൻ കറങ്ങി തുടങ്ങി. അപ്പം 1500 RPM സെറ്റ് ചെയ്യുക. 1500 RPM ഇവിടെ കാണാം. ഇവിടെ 1500 ആകുന്നിടം വരെ ആ വാൽവ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. 1500 ആയിക്കഴിഞ്ഞാൽ പ്രഷർ ഗേജ് റീഡിങ് എത്രയാണെന്ന് നോക്കുക. ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് നോക്കിയാൽ 0ക്കും 1നും ഇടയ്ക്ക് 10 ഡിവിഷൻസ് ഉണ്ട്. അപ്പം അടുത്ത വര എന്ന് പറയുന്നത് 1 ആണ്. ഇപ്പോൾ 1 തന്നെ കയറി കിടക്കുവാണ്. അത് കുഴപ്പമില്ല, എന്തായാലും ഇഷ്യൂ ആയിരിക്കാം. അപ്പം നമുക്ക് പ്രഷർ ഗേജ് റീഡിങ് 1500 RPM ആകുമ്പോൾ എവിടെയാണെന്നുള്ളത് നോട്ട് ഡൗൺ ചെയ്യുക. ഉദാഹരണത്തിന് ഇത് 0.8 0.6 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ത്രൂ ഔട്ട് എക്സ്പെരിമെൻറ്റ് അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പോൾ ഇത് കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യണം, ഈ വാൽവ് കൺട്രോൾ ചെയ്ത് ഇത് 0.8 അല്ലെങ്കിൽ 0.6 നമ്മൾ സെറ്റ് ചെയ്ത വാല്യൂയാണ് അതാക്കണം. RPM ചേഞ്ച് ആയിട്ട് കുഴപ്പമില്ല. RPM മാറും, അത് ടെൻഷനില്ല. നമ്മുടെ ഹെഡ് മാറാൻ പാടില്ല. ഈ ഹെഡ് മാറാൻ പാടില്ല. അപ്പോൾ 0.6 ആണെങ്കിൽ 0.6 തന്നെ ആയിരിക്കണം എപ്പോഴും. ഇനി എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ്? എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഈ കിടക്കുന്ന ഒരു 2 കിലോ അല്ലെങ്കിൽ 4 കിലോ ഉദാഹരണം, അല്ലെങ്കിൽ 3 കിലോ ആയിക്കോട്ടെ. 3 കിലോ എടുത്ത് ഞാൻ ഇപ്പം ഉദാഹരണത്തിന് ടർബൈൻ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 3 കിലോ വെയിറ്റ് ഞാൻ എടുത്തിട്ടു. ഒന്ന് വെയിറ്റ് ചെയ്യുന്നു. ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നോട്ട് ഡൗൺ ചെയ്തത് 3 കിലോ ഓൾറെഡി ഇട്ടല്ലോ. 3 കിലോ ഇട്ടു. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പ്രിംഗ് ബാലൻസ് റീഡിങ് എഴുതുക. RPM നോട്ട് ഡൗൺ ചെയ്യുക. പ്രഷർ ഗേജ് റീഡിങ് മാറിയിട്ടുണ്ടോ നോക്കുക. പിന്നെ മാനോമീറ്ററിലെ ഡിഫറൻസ് H1 H2 നോക്കുക. അടുത്ത സെക്കൻഡ് ട്രയൽ എങ്ങനെ ചെയ്യും? വീണ്ടും ഒരു 2 കിലോ അല്ലെങ്കിൽ 3 കിലോ എടുത്ത് ഈ പാനിലോട്ട് ഇടുന്നു. ഒന്ന് വെയിറ്റ് ചെയ്യുക. രണ്ടാമത്തെ ട്രയൽ നോക്കേണ്ടത് ഫസ്റ്റ് നോക്കണം എന്താണ്, പ്രഷർ ഗേജ് റീഡിങ് മാറിയെങ്കിൽ ആ വാൽവ് കൺട്രോൾ ചെയ്ത് ഈ പ്രഷർ ഗേജ് റീഡിങ് സെയിം ആക്കുക. ഉദാഹരണം 0.6 ആണ്, 0.6 തന്നെ ആക്കുക. ശേഷം H1 H2 നോട്ട് ഡൗൺ ചെയ്യുക. RPM നോട്ട് ഡൗൺ ചെയ്യുക. വാക്യൂം ഗേജ് റീഡിങ്, ഇതിനിടയ്ക്ക് വാക്യൂം ഗേജ് പറയാൻ മറന്നുപോയി. വാക്യൂം ഗേജ് റീഡിങ് എല്ലാം നോട്ട് ഡൗൺ ചെയ്യുക. ഇപ്പോൾ ഇത് കാണിക്കുന്ന 1 കിലോ വെയിറ്റ് അല്ലേ? എന്തുകൊണ്ടാണ് ഇത് 1 കിലോ വെയിറ്റ് കാണിക്കുന്നത്? നമ്മൾ ഓൾറെഡി അറിയാം ഈ ടോട്ടൽ ഈ കയർ ഉൾപ്പെടെയുള്ള ഈ പാൻ്റെ വെയിറ്റ് 1 കിലോ ആണ്. അതുകൊണ്ടാണ് ഈ 1 കിലോ കാണിക്കുന്നത്. ടർബൈൻ റൺ ചെയ്ത് കഴിയുമ്പോൾ മാറി 0-ലാവും, അല്ലെങ്കിൽ 0-ലാക്കണം. ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് 0-ലാക്കുക.
അപ്പോൾ ടർബൈൻ കറങ്ങി തുടങ്ങും. അപ്പം ഈ ലിവറും കറങ്ങി തുടങ്ങും. ഇപ്പോൾ നോക്കി സാറ് ടർബൈൻ ഓൺ ചെയ്ത് ഇപ്പോൾ നോക്കി ഇത് 1800 റേറ്ററിനേക്കാളും കൂടുതലാണ്. അപ്പോൾ കുറച്ച് 1500 ആക്കണം. നോക്കിയേ ഏകദേശം 1451 അതിന് 1500 കൂട്ടിക്കും. അപ്പോൾ ഈ വൈബ്രേഷൻ ചെയ്ത വാല്യൂ എത്രയാണ്? അപ്പോൾ ഇത് 1 2 3 4 5 6 0.6 0.7 അപ്പോൾ ഇതാണ് നമ്മുടെ കോൺസ്റ്റൻറ്റ് ഹെഡ്. 0.7 ആയിരിക്കണം എപ്പോഴും. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്തോ RPM ഓക്കെയാണ്. ഞാൻ 2 കിലോ വെയിറ്റ് എടുത്തിട്ട് 2 കിലോ വെയിറ്റ് കൾട്ടൺ ബിൽ ടർബൈനിലും സെയിം പ്രൊസീജിയർ തന്നെയാണ്. 2 കിലോ വെയിറ്റ് ഇട്ടു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ നോക്കുക ഫസ്റ്റ് നോക്കണ്ടേ എന്താണ് 2 കിലോ വെയിറ്റ് കഴിഞ്ഞ് മാറിയോ? 0.7 തന്നെയാണ്, മാറിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ RPM സ്റ്റേബിൾ ആകുമ്പോൾ RPM നോട്ട് ഓൺ ചെയ്യുക. T1 എന്നുള്ള വാല്യൂ 2 സ്പ്രിംഗ് ബാലൻസ് റീഡിങ് മാറിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ 0 ഇപ്പോൾ പക്ഷേ മാറിയിട്ടുണ്ട്. 100 ഗ്രാംസോ 200 ഗ്രാംസോ എഴുതാം. പിന്നെ H1 H2 റീഡിങ്. ഇനി സെക്കൻഡ് ട്രയൽ എങ്ങനെ എടുക്കും? സെക്കൻഡ് ട്രയലിന് 2 കിലോയുടെ വെയിറ്റ് വീണ്ടും 2 കിലോ എടുത്തിരുന്നു. 2 കിലോ വെയിറ്റ് എടുത്തു. അപ്പോൾ ടോട്ടൽ 4 കിലോ ആയി. നേരെ ബാക്കിലോട്ട് എടുക്കുന്നു. പ്രഷർ ഗേജ് റീഡിങ് മാറിയോ? മാറി അല്ലേ? ഇതാണ് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് വാൽവ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. പ്രഷർ ഗേജ് റീഡിങ് 0.7 ആയോ? ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ സെറ്റാക്കി 0.7 ആയി അല്ലേ? അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ചെയ്ത് RPM എത്രയാണെന്ന് സ്റ്റേബിൾ ആവുന്നതാണ് നോട്ട് ഡൗൺ ചെയ്യുക. RPM സ്റ്റേബിൾ ആവുന്നത് നോട്ട് ഡൗൺ ചെയ്യുക. വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 1000 ഓക്കെ, ഇത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പം T1 വാല്യൂ, സ്പ്രിംഗ് ബാലൻസ് റീഡിങ്, H1 H2 റീഡിങ്, പിന്നെ വാക്യൂം ഗേജ് റീഡിങ്. വീണ്ടും മൂന്നാമത്തെ ട്രയൽ ഞാൻ 2 കിലോയുടെ കൂടെ എടുത്തിരുന്നു. മൊത്തം കൂടെ 6 കിലോ ആയിട്ടുണ്ട്. സ്പ്രിംഗ് ബാലൻസ് റീഡിങ് ചെറുത് മാറും, അത് കുഴപ്പമില്ല. അത് 100 ഗ്രാം കൂട്ടി എഴുതി പോയാൽ മതി. ഒന്ന് വെയിറ്റ് ചെയ്യുക. പ്രഷർ ഗേജ് റീഡിങ് മാറ്റമുണ്ടോ? ചെറിയ മാറ്റമുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ വീണ്ടും ഓപ്പൺ ചെയ്ത് കൊടുക്കുക. കൊടുത്തു. അപ്പം RPM സ്റ്റേബിൾ നോട്ട് ഓൺ ചെയ്യുക. അപ്പോൾ സ്റ്റേബിൾ RPM മെയിൻറ്റെയിൻ ചെയ്യുക. T1 വാല്യൂ ഇത് സ്പ്രിംഗ് ബാലൻസ് വാല്യൂ ഇത്. പിന്നെ വീണ്ടും H1 H2